सुप्रजा रामपूर्वा सन्ध्या प्रवर्तते उत्तिष्ठ नरशार्दूल कर्तव्यं दैवमान्यं कौसल्या सुप्रजा रामपूर्वा सन्ध्या മനു കമ്പാറ്റി പത്രത്തിന്റെ പൈസ ഉണ്ടോ? ഇല്ലെങ്കിൽ നാളെ മതി. നാളെ പോലെ മനു എനിക്കൊരു പൈസ കിട്ടാനുണ്ട്. അന്ന് പോലെ തരാം. മതി മതി, ഞാൻ ചോദിച്ചോ. ചായ കുടിക്കുന്നവനെ വേണ്ടപ്പാ, കൊറേ ഉണ്ട്. എഞ്ചി എടുത്തു. ഓനാ നീ കൂക്കമ്മിരിക്കുന്ന ഒച്ചേക്കുന്നില്ലേ? ഞാൻ പോയി ഇനി ഉരുട്ടി വിളിക്കണം, എന്നാലേ ഓൻ എണീക്കൂലു. ഉറങ്ങിക്കോട്ട്, മെല്ലെ വിളിച്ചാ മതി. എന്തിനു ഉറങ്ങിക്കോട്ട് നിന്ന്? നിങ്ങൾ രണ്ടാളും ഒരേ പ്രായമല്ലേ? അതിന്റെ ഇടക്ക് നീ എന്തെന്ന് ഓനെന്തെന്ന്? അങ്ങനെയൊന്നുമില്ലമ്മേ. എഞ്ചിയോട് കാര്യമായിട്ടൊരു ജോലി നോക്കാണ്ട് പറ. ഒരുപാട് പഠിച്ചല്ലോ. എനിക്കിപ്പോ ഏകദേശം സ്കൂളിൽ റെഡി ആയിട്ടുണ്ട്. അടുത്ത മാസം ജോയിൻ ചെയ്യും. ആ നല്ലതന്നെ മോനെ. നീ പറയും പോലൊന്നും എനിക്ക് ഓനോട് പറയാൻ കഴിയില്ല. അന്നേരം എന്നോട് ചാടി കയറും. ഓ അമ്മ എന്നാ ഞാൻ പോണേ. ആ എന്നാ ശരി. രഞ്ജി, എടാ രഞ്ജി, നിനക്കെന്താ നീ കണ്ട കാട്ടൂല്ലേ? ഇന്നലെ കുപ്പാടുണ്ടോ പുറത്തിട്ടെ? എന്തെങ്കിലും ഒരു ബോധമുണ്ടോ ഇവന്? വയസ്സെത്രയായി? എനക്കൊന്നും തിരിയുന്നില്ല ദൈവേ. അമ്മ ഗുഡ് മോർണിംഗ്. അതാ പുറത്തെ ബക്കറ്റിട്ടൂടെ നിനക്ക്? അത് നിങ്ങൾ എടുത്ത് പുറത്തിട്ടാ മതി. രാവിലെ എന്റെ വായിന്ന് കേക്കണ്ട നീ. ഓ തുടങ്ങി ഉറങ്ങി എണീച്ചിട്ടാ. ഇനി ഓർത്തു രാത്രി ആവുന്നവരെ. എടാ ആ എപ്പൊന്ന് കൂട്ടിയിട്ട് ഒന്നത് കെട്ടിക്കോ. ഈ അയക്കിനെല്ലാം പൊട്ടാൻ കണ്ട സമയം. എടാ ഇത് എത്ര സമയമായി അടിക്കുന്നത്? നിന്റെ കുണ്ടം ചെയ്യാ? ഇതാര് ഈ സമയത്ത് വിളിക്കുന്നു? എടാ ഇതെന്തല്ലോ ചിത്രമെല്ലാം കാണുന്നുണ്ടല്ലോ. ആരുടെ ഇത്? ഇതാ ക്ലബിനടുത്ത് കൃഷ്ണാട്ടൻ അമ്മേ. അയാളെ ഫോണിൽ എന്തോ കംപ്ലൈന്റ് ആയിരുന്നു. ആളെന്നെ മിന്നാന്ന് കണ്ടപ്പോ പറഞ്ഞു. എമ്മപ്പ ഹലോ, നിങ്ങളുടെ ഈ രാവിലെ ഫോൺ വിളിക്കാൻ വേണ്ടി പറഞ്ഞു. അമ്മേന്ന് ഫോൺ എടുത്തിട്ട് വന്നു. നീ എന്താ വിളിച്ചിട്ട് എടുക്കാത്തെ? എനിക്ക് നിന്നെ എന്തായാലും കാണണം. എന്നെ ഒഴിവാക്കാൻ നോക്കുന്നതാണെങ്കിൽ നിന്നെയും കൊല്ലും, ഞാനും ചാവും. നീ ഒന്ന് ഫോൺ വെച്ചൻ. എന്തോ ഭാഗ്യം നമുക്ക് ഇംഗ്ലീഷ് അറിയത്ത്. എന്നാ പിന്നെ യുദ്ധം നടക്കട്ടെ. ഒന്ന് എന്നെ കൂട്ടിപ്പോ. വീട്ടുകാരെല്ലാം കൂടി എന്തോ പ്ലാനിങ് ഉണ്ട്. നേരത്തെ കൂട്ടിക്കൊണ്ട് ഞാൻ നേരാണല്ലോ പണി പോലെ ആയിട്ടാ. എന്നാ നിന്റെ ഹലോ ഹലോ എന്നമ്മ ദോശക്കറി ഒലക്കം വീട്. അതെയാ, എന്നാ വേഗം എടുക്കാന്നാല്. എപ്പം നോക്കിയാലും ഒരു ദോശ. നിന്നേറ്റ ദോശ ഇട്ടിട്ടാ. അമ്മ അതെനിക്കറിയാം, എന്നൊക്കെ അറിയത്. എന്തൊരു ഇരുത്തം. എന്നാണ് ഒരു ഉദ്ദേശം? ഉദ്ദേശം ദോശ കറി നോക്കിയിട്ട് അറിയണം തിന്നണം. എന്നിട്ട് കുറച്ച് ഫോൺ നോക്കുക, കിടക്കുക. ആദ്യം ഫോൺ നോക്കുക, കിടക്കുക. നിനക്ക് കുറച്ച് നാണോ മാനോ ഉണ്ടായിട്ട് എന്നോട് പറയാൻ ഇല്ല. ആ മനുവിനെ കണ്ട് പഠിക്ക്. ഓരോ ജോലിയും കിട്ടി, അടുത്ത് വേറെ കല്യാണം ഉണ്ടാകും. ഓ അതെയാ, എന്നാ വേഗം കല്യാണം കേട്ട്. എന്നിട്ട് വേണം ബിരിയാണി അടിച്ചു മാറാൻ. നിനക്ക് തമാശ. ഞാൻ തമാശ പറയുന്നല്ല മോനെ. എനക്കൊന്നും കഴിയാണ്ടായി. നീ ഒരു വേഗം ജോലി വാങ്ങി കല്യാണം കഴിക്കുമോനെ. കല്യാണം പറയുന്ന കേൾക്കുമ്പോഴേ കിട്ടുക ഓർക്കുന്നു. കൃഷ്ണേട്ടനായിരിക്കും അല്ലേ മോനെ? നിങ്ങളൊന്നും ഉണ്ടാക്കി ഞാൻ ചായ എടുത്തിട്ട് എന്റെ പ്ലാൻ എന്ന് പറഞ്ഞ് നീ തിന്നാ മതി. എനക്കൊരു ജോലി ഞാനൊരു കല്യാണിക്കല്ലേ വേണ്ട. ആ എന്തായാലും ഞാൻ വേഗം സാധിച്ചു. അമ്മയാണ് സത്യം. എന്റെ തല പൊട്ടി തെറിക്കാട്ട് തവരീശില്ല. അമ്മേ ഏ സോഫ വാങ്ങണ്ട്? പൈസതാ. ഓ ഇനിയും ഞാൻ പൈസ തരണ? എനിക്ക് ഒരു 10 ഉറുപ്പിക എന്തെങ്കിലും എടുക്കാനില്ലേ? എന്നാ നിനക്കൊരു സോപ്പ് പറഞ്ഞാ മതി, അവർ തരും. രഞ്ജി, ഈ നാട്ടിലില്ല, എന്റെ പുറത്തൊന്നും കാണില്ല. ആ ഇടലുണ്ടിപ്പാ, പുറത്തങ്ങനെ കുറവ് തന്നെ. ജോലിയൊക്കെ എനിക്ക് നല്ലോണം പഠിച്ചിട്ടൊന്നും കാര്യമില്ല ഉണ്ണിഷാട്ടാ. വെറുതെ വീട്ടിലൊരു സമയം കാണാൻ എന്തും പണിക്കൂടെ? ആ പോണം. ഞാൻ നീ എന്റെ പുറം വന്ന കാട് കേൾക്കാൻ വേണ്ടിട്ട്. ഇപ്പൊ നല്ല പൈസ അല്ലേ? ഞാൻ വരുന്നുണ്ടെ വിളിക്കാം. എനിക്കൊന്നും പിടിപറ്റി തരാം. ഇതന്നെ ഞാൻ പുറത്തിറങ്ങാത്തെ. അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്ന് ഓരോ ചോദ്യം.
ഓ എന്റെ പൊന്നോ ഒന്നെന്നെ കൊല്ല്. നിന്നെക്കാട്ട് 108 വർഷത്തില് ഞാനിപ്പോ. ആ രഞ്ജിയ, എന്താ രാവിലെ പീടിയിലേക്ക് വെള്ളം മണിക്കാനാ? അല്ലപ്പാ വീട്ടിലേക്ക് കാണാൻ പോണേ. ഒരു കമ്പനിക്ക് വരുന്നാ ഷെയർ ഒന്നും വാടാ വാടാ, 2 അടിച്ചാ നല്ല രസല്ലേ, മഴയല്ലേന്ന്. ഞാനില്ല, നിങ്ങൾ നോക്കോ ചേട്ടാ. ഒരു നടക്കും സോപ്പ് വരുന്നങ്ങ് വാ, നമ്മ ശശിയേട്ടന്റെ വ്യൂം പറമ്പിലുണ്ടാവും കേട്ടാ. നീ അവരെ വരുമ്പോട്ട് സാധനം അടിച്ചേക്കല്ലേ? അയ്യോ ഇല്ലപ്പാ. 2 ആള് കല്യാണം കഴിച്ചു, ഒരു പണിക്കും പോകൂല, എപ്പം വെള്ളം മേടിച്ചെടുത്ത് പോയിക്കോളാം. എന്തെങ്കിലും ഒരു പരമ്പാണ്ടേ? എല്ലാരും സന്തോഷത്തോടെ ജീവിക്കട്ടെ ചേട്ടാ, അതുപോലെ. പിന്നെ അത് മതി. രഞ്ജി, ഓ ഇനി ഇവന്റെ വഴിയിലൊന്നും കേൾക്കണം. എന്റെ കൂർക്കമ്പലി കുറച്ച് ഓർക്കണം കേട്ടാ. ഞാൻ രാവിലെ പത്രം കൊണ്ടുവന്നേ. ആ അമ്മ പറഞ്ഞു നിനക്ക് ജോലി കിട്ടുകയല്ലേ? ആ ഒരു സ്കൂൾ റെഡി ആയിട്ടുണ്ട്. എനിക്ക് ഇങ്ങനെ തേരാപ്പാല നടക്കാണ്ട് എന്തെങ്കിലും നോക്കിക്കൂടപ്പാ. ആ നോക്കുന്നുണ്ട്, എന്നാലും നിന്റെ അത്ര ഭാഗ്യമില്ല നമുക്ക്. ഭാഗ്യൊന്നും വേണ്ട, കുറച്ച് മെനക്കെട്ടായി. ഇത് ലൈനെല്ലാം എങ്ങനെ വന്നു? ഉഷാറിനെയാ? ആ പിന്നെ അടുത്താഴ്ച കല്യാണം ഉണ്ടോ? നിന്നെ വിളിക്കാട്ടാ. ജോലിയൊന്നും ഇല്ലാതെ കല്യാണം കഴിക്കാൻ നിൽക്കണ്ട രഞ്ജി, വെറുതെ അപ്പണിന്റെ ജീവിതം കളയാൻ വേണ്ടിട്ട്. ആ ഞാൻ തീരുമാനിച്ചോളാം. നീ ചൂടാലപ്പാ, ഞാൻ പറഞ്ഞല്ലോ. അങ്ങനെ പഠിച്ചിട്ട് ജോലി കിട്ടുന്നുണ്ടെങ്കിൽ ഈ ലോകത്ത് ജോലിക്കാരെ മാത്രമല്ലേ ഉണ്ടാവൂ. ജോലിയൊന്നും ഇല്ലാതെ കല്യാണം കഴിക്കാൻ നിൽക്കണ്ട രഞ്ജി, വെറുതെ അപ്പണിന്റെ ജീവിതം കളയാൻ വേണ്ടിട്ട്. കുറച്ച് സ്ട്രോങ് ആണ് കേട്ടാ. ആ ഇതാര് വരുന്നത്? നീ വരും നമുക്കറിയാം. വാ വാ ഇരിക്കിരിക്കും. ആ നമ്മ ഓരോന്ന് അടിച്ചു. നിനക്കെത്ര? 30ഓ 60ഓ? ഇതുവരെ ഇതിന്റെ ടേസ്റ്റ് അറിഞ്ഞിട്ടാ. ഇനി വേണമെന്നില്ല. എന്ത് രഞ്ജി ഒരു ടെൻഷൻ പോലെ? ഒന്നുമില്ല വിജോട്ടാ, ജനിച്ചു പോയില്ലേടാ, എങ്ങനെ മുമ്പോട്ട് പോകണമെന്ന് തിരിയുന്നില്ല. എന്നാലും ഇഞ്ചി ഇങ്ങനെ നമ്മളെ മത്ത് കളിയോ? എന്താണ് എന്റെ പ്രശ്നം? എന്റെ പെണ്ണ് വിളിക്കില്ലേ? അല്ല, ഓൾ അച്ഛൻ വന്നിട്ട് എന്നെ ആദ്യം അടിച്ചുവാ. എന്തായാലും ഓക്ക് നിന്നെ ജീവനാടാ. അതറിയ വിജോട്ടാ, എനക്കും ജീവനാ. അവിടെ ഇല്ലാതെ ഒരു നിമിഷം പോലും ആവൂല. തൊട്ടടുത്ത വീടായോണ്ട് നിന്റെ എല്ലാ കാര്യവും അവൾ എന്നോട് പറയുന്നുണ്ട്. കൂടെ പറപ്പില്ലെങ്കിലും അവൾ എൻ്റെ കുഞ്ഞ് അനിയത്തിയാടാ. പാവാ അത്. എന്ത് സംഭവിച്ചാലും ആരോട് കൂടെ പോയില്ലെന്ന് എനിക്കറിയാം. പക്ഷെ എനക്കൊരു ജോലി, ഒരു പണി, ഇതൊന്നും ഇല്ലാണ്ട് ഞാൻ അങ്ങനെ കൂട്ടിക്കൊണ്ടുവരും. അത് നീ പറഞ്ഞ സത്യരഞ്ജി. ഒരാവശ്യത്തിന് പുറത്ത് കൂട്ടിക്കൊണ്ടുവന്നാലേ കുറച്ച് ദിവസം കഴിയുമ്പോൾ ഒരു പണിയില്ലാത്ത നിന്റെ അവസ്ഥ കണ്ടെങ്കിലേ അവൾക്ക് തന്നെ കൊടുക്കും. ജോലി മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല. രണ്ടുപേർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കെയറിങ് ഉണ്ടാവണം, അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാവണം, ക്ഷമയുണ്ടാവണം. എന്നാലേ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂ. അത് ലവ് മാരേജ് ആയാലും ശരി, അറേഞ്ച് മാരേജ് ആയാലും ശരി. ഇതൊന്നും പറ്റൂലെങ്കിലേ നീ എന്നെ പോലെ ആവും. ഓളെ വീട്ടില്, ഞാൻ എൻ്റെ വീട്ടില്. ഇതൊക്കെ എനിക്ക് നല്ലപോലെ അറിയാം. എന്നാൽ എന്നാ ചെയ്യണമെന്നൊരു പിടുത്തം കിട്ടുന്നില്ല. നീ ടെൻഷൻ അടിക്കല. ജോലി കിട്ടുന്നവരെ എന്തെങ്കിലും ഒരു പണിക്കോ, പിന്നല്ല അതിന്റെ വഴിക്ക് നടക്കുന്നു. നമ്മിലടാ എന്റെ പുരം. നീ ധൈര്യമായിട്ട് പോയിക്കോ. രഞ്ജി, തോട്ടിനയില പോകുമ്പോ ശ്രദ്ധിക്കണേ, നിനക്കാ നീന്താൻ അറിയില്ലല്ലോ. ഹലോ. എന്തിനാ എന്നോട് ഇങ്ങനെ? എത്ര വിളിച്ചു ഞാൻ? എൻ്റെ മനസ്സ് ആരെക്കാളും നിനക്ക് അറിയുന്നല്ലേ. അറിയാം, ഈ ലോകത്ത് എന്തിനേക്കാളും വലുത് എനിക്ക് നീയാ. പക്ഷെ നീ വിചാരിക്കുന്ന പോലത്തെ ഒരു സാഹചര്യത്തിലല്ല ഞാൻ. എനിക്കിവിടെ ഒരു നിമിഷം പോലും നിൽക്കാനാവില്ല. മനുവുമായി എൻ്റെ വിവാഹം ഉറപ്പിക്കാനാ അച്ഛൻ്റെ പ്ലാൻ. ഓഹോ, ഈ സമയത്ത് ഇന്നത്താനൊരു ബുദ്ധി അവന്റെ മനസ്സിലുണ്ടായിരുന്നല്ലേ? എന്തേ, നിനക്കും സമ്മതാ? എന്താ ഇങ്ങനൊക്കെ പറയുന്നത്? എനക്കിപ്പോ നിന്നെ വിളിച്ചിറക്കി കൊണ്ടുവരാൻ ഒരിക്കലാവൂല. കാത്തിരിക്കാൻ പറ്റുന്ന കാത്തിരുന്നു. എന്താ നിന്റെ മനസ്സിൽ ഇപ്പോഴും
ഓളുണ്ട് ഇത്രയല്ലേ? അമ്മേ, ഇന്നലെ രാത്രി നിങ്ങൾ പറയുന്നതെല്ലാം ഞാൻ കേട്ടിന് മോനെ. ആര് എന്ത് കുത്തിത്തിരിപ്പാക്കാൻ നോക്കിയാലും അങ്ങനെ ഞാൻ അവളെ ഒഴിവാക്കും തോന്നുന്നുണ്ടോ എൻ്റെ അമ്മക്ക്? ഇല്ല മോനെ ഇല്ല. എന്റെ മോളെ കൂട്ടിക്കൊണ്ടുപാടാ നീ. അമ്മേ, രഞ്ജി, ഹേ രഞ്ജി, എന്താ ചേട്ടാ? രഞ്ജി, എന്താന്ന് പറ, എങ്ങനെ ഞാൻ ഒന്ന് പറ പ്ലീസ്. നിന്റെ പെണ്ണ് നമ്മളെല്ലാം തനിച്ചാക്കി എന്നേക്കുമായി ഈ ഭൂമിയിൽ നിന്ന് പോയടാ. എൻ ശ്വാസം നീയാണ്, എൻ ലോകം നീയാണ്, എൻ ജീവൻ നീയാണ്. കാത്തിരിക്കും ഞാൻ എൻ സ്വർഗത്തിൽ. എൻ ശ്വാസം നീയാണ്, എൻ ലോകം നീയാണ്, എൻ ജീവൻ നീയാണ്. കാത്തിരിക്കും ഞാൻ എൻ സ്വർഗത്തിൽ.